അക്കസട്ടോ ഉണ്ണിക്കുട്ടോ എവിടെ വേർ കിതർ മലയുടെ മുകളിലോ? നേപ്പാളിലും ഇന്ത്യയിലും അതുപോലെ ഏഷ്യയുടെ പല ഭാഗത്തും ബുദ്ധിസ്റ്റ് മോങ്സ് ഇപ്പോഴും ഇതുപോലത്തെ സ്ഥലത്ത് ജീവിച്ചു പോകുന്നുണ്ട്. അവർ ആരാധിക്കുന്ന ഗൗതമ സിദ്ധാർത്ഥ അല്ലെങ്കിൽ ബുദ്ധയുടെ 1563 BC ജനിച്ച ബുദ്ധയുടെ ബർത്ത് റിലേറ്റഡ് ആയിട്ടും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം നമ്പർ 1 ഒരാൾ ജനിക്കുകയാണ് ചെയ്യുക. അതുപോലെ ബുദ്ധ ഗൗതമ സിദ്ധാർത്ഥ ജനിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പറയുന്നത് ലോട്ടസ് ആണ്. ഒരു ലോട്ടസിൽ കിടന്നൊരു കുട്ടി ജനിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ലോട്ടസ് ആണ് ബുദ്ധേൻ്റെ ബർത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിമ്പിൾ. അതേപോലെ ചിലയിടത്ത് ബുള്ളും ബുദ്ധേൻ്റെ ബർത്ത് റിലേറ്റഡ് ആയിട്ട് പറയാറുണ്ട്. എന്നാലും മോസ്റ്റ്ലി ലോട്ടസ് ആണ് പറയാറ്. പിന്നെ അടുത്തത് റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ നാടും രാജകൊട്ടാരും ഒക്കെ വിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അത് കുതിരയാണ് അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. അതായത് നാട് വിട്ട് പോകുമ്പോൾ ബുദ്ധ ആകപ്പാടെ കരുതിയത് ബുദ്ധേൻ്റെ ഒരു കുതിരയായിട്ടുള്ള കാന്തക് എന്ന് പറഞ്ഞ കുതിരയാണ്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. അപ്പം റിനൗൺസിയേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് കുതിരയാണ്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പോവുക. ഇനി അടുത്തത് നിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധോദയമായിട്ട് വരുന്നത് പീപ്പിൾ ട്രീ ആണ്. ബുദ്ധ ഒരു പീപ്പിൾ ട്രീൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് തപസ് ചെയ്തിട്ട് ബോധോദയം വന്നതെന്ന് അറിയാം. അപ്പോൾ നിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ട്രീ ആണ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ മഹാപരിവർത്തന, അതായത് ബുദ്ധയുടെ ഫസ്റ്റ് സെർമൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഒരു ചക്രയാണ്. അത് ഇങ്ങനത്തെ ഒരു ചക്രമാണ്. അത് ബുദ്ധിസ്റ്റ് റിലീജിയൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അതാണ് മഹാപരിവർത്തന. അത് എല്ലാവരുടെയും ജീവിതം മാറ്റുക, ചക്രം തിരിച്ചിട്ട് ജീവിതം മാറ്റുക, അങ്ങനെ ഓർത്താൽ മതി. ഇനി ബുദ്ധേൻ്റെ ഡെത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് സ്തൂപയാണ്. നമ്മൾ മിക്ക സ്ഥലത്തും ബുദ്ധിസ്റ്റ് സ്തൂപ ഇങ്ങനത്തെ ഷേപ്പുള്ള ഒരു സ്തൂപ കാണും. ഇതാണ് ഡെത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോംബ് സ്തൂപ. അപ്പോൾ ഇതാണ് ബുദ്ധിസം റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സിമ്പിൾസ്. ജസ്റ്റ് പിക്ചറൈസ് ചെയ്തിട്ട് ഓർത്താൽ മതി.